സാധാരണക്കാരുടെ കുടുംബ ബജറ്റുകൾ താളം തെറ്റുമെന്ന് ഉറപ്പാണ്. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില തിളച്ചുമറിയുന്നു. ഓണം അടുത്തിരിക്കെ വിപണിയിൽ വില വീണ്ടും ഉയരുമെന്ന് വ്യാപാരികൾ. വെളിച്ചെണ്ണ ഇല്ലാത്തൊരു അടുക്കളയെക്കുറിച്ച് മലയാളികൾക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കാതിരിക്കാനും വയ്യ. എല്ലാ കറിയിലും ഒരു തുള്ളിയെങ്കിലും വെളിച്ചെണ്ണ ഒഴിക്കാതെ രുചി വരില്ല മലയാളികൾക്ക്. അത്തരത്തിൽ ഇപ്പോഴിതാ മലയാളികൾക്ക് ഇപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ കൈയൊന്നു പൊള്ളും. കാരണം മലയാളികളുടെ അടുക്കള ബജറ്റിനെ താളം തെറ്റിച്ച വെളിച്ചെണ്ണ വില കുതിക്കുകയാണ്. നാളികേര വിലയും സർവകാല റെക്കോർഡിലേക്ക് എത്തുകയാണ്. തീന്മേശയെ സമ്പന്നമാക്കുന്ന വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും പൊള്ളുന്ന വിലയിൽ പരിഹാരമായില്ലെങ്കിൽ വരുന്ന ഓണക്കാലം മലയാളികൾക്ക് വറുതിയുണ്ടാക്കുമെന്നും ഉറപ്പാണ്. ഓണം അടുക്കുന്നതോടെ വില വീണ്ടും ഉയരുമെന്ന് വ്യാപാരികൾ പറയുകയാണ്. ഓണത്തിന് ഉപ്പേരിയും വറവുമെന്ന മലയാളികളുടെ മോഹത്തിന് കരിനിഴൽ വീഴുകയാണ് ഇപ്പോഴത്തെ വിപണി വില. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 480 മുതൽ 500 രൂപ നിരക്കിൽ പല വിധത്തിലാണ് വിപണികളിൽ ഇന്ന് കീഴടക്കി പോകുന്നത്. കൊപ്ര കിലോയ്ക്ക് 290 മുതൽ 300 രൂപയാണ്. കൊപ്ര വെളിച്ചെണ്ണയാകുമ്പോൾ നല്ല മെഷീനിൽ 600 മില്ലിയെ കിട്ടൂ. അത് മുതലാകണമെങ്കിൽ 490 മുതൽ 500 രൂപ വരെ കിട്ടണമെന്ന് കച്ചവടക്കാർ ഉറച്ചു പറയുകയാണ്. വിപണി വില പിടിച്ചു നിർത്തേണ്ട സംസ്ഥാന സർക്കാർ സംസ്ഥാന കേരഫെഡ് 299 രൂപയ്ക്ക് കൊപ്ര വാങ്ങാൻ തീരുമാനിച്ചതും വിലക്കയറ്റത്തിന് ഇടയാക്കി. തേങ്ങ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് മാറിയതും ഇതിനൊരു കാരണമായി. കർഷകർക്ക് കരിക്ക് വലിയ വിപണിയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് തേങ്ങയും എത്തുന്നത്. നാടൻ തേങ്ങയുടെ ഗുണമില്ലെങ്കിലും വൻ വിലയാണ് ഈ തേങ്ങയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ ലഭിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തേങ്ങയെ ആശ്രയിച്ചാണ് വിപണി ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വെളിച്ചെണ്ണയ്ക്ക് വില വർദ്ധിച്ചതോടെ മായം കലർന്ന വെളിച്ചെണ്ണയുടെ വരവും കൂടിയിരിക്കുകയാണ്. അതിനാൽ തന്നെ വെളിച്ചെണ്ണ വിലയിലെ വൻകുതിപ്പ് തുടരുന്നത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചില്ലറ വിപണിയിൽ വില ലിറ്ററിന് 525 മുകളിലാണ്. അതിനാൽ തന്നെ കുടുംബ ബജറ്റുകൾ താളം തെറ്റുമെന്ന ആശങ്കയിലാണ് ഓരോ വീട്ടമ്മമാരും. കുതിച്ചുയരുന്ന വെളിച്ചെണ്ണ വില പിടിച്ചു നിർത്താൻ വിപണിയിൽ ഇടപെടൽ നടത്തുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് വെളിച്ചെണ്ണ കൊടുക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ സപ്ലൈകോ നടത്തുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു. എന്തായാലും മന്ത്രിയുടെ വാക്കിൽ എന്തെങ്കിലും മാറ്റം വന്നില്ലെങ്കിൽ ഇക്കൊല്ലത്തെ ഓണം വറുതിയുടെ കാലമാകുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.